നായ പെറ്റ രീതിയിൽ കുറേ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയുകൊണ്ട് കാര്യമില്ല. പൂച്ച പ്രസവിക്കുന്ന രീതിയിൽ സുന്ദരികളായ 2 മെഡിക്കൽ കോളേജിനെ ഉണ്ടാക്കണം. അതാ ചെയ്യേണ്ടത്. രോഗിയുടെ രോഗവിവരം എന്താണ് എന്ന് കൃത്യമായി അവരോട് പറഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ ഒരു കാര്യം. അത് മറച്ചു വെക്കപ്പെട്ടു എന്ന് പറയുന്ന അവരുടെ അവകാശം ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് പരാതി. രോഗിയുടെ അപ്പോഴപ്പോഴുള്ള അപ്ഡേറ്റ് കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഡോക്ടറുടെ കടമയാണ്. അത് പറഞ്ഞിരിക്കണം. പക്ഷേ ഇപ്പം ഈ സഹോദരി പറഞ്ഞ ഒരു സഹോദരിക്ക് ഉണ്ടായ ഒരു തെറ്റിദ്ധാരണ ഒരു ക്ലിയർ ആക്കി കൊടുക്കാം. മറ്റൊരു ഡോക്ടറെ കണ്ട് ഇങ്ങനെ ഇവിടുത്തെ അവസ്ഥ പറഞ്ഞപ്പോൾ അത് എൻ്റെ യൂണിറ്റ് അല്ല, അല്ലെങ്കിൽ എൻ്റെ പേഷ്യൻ്റ് അല്ല എന്ന് പറഞ്ഞു. സത്യം അത് അങ്ങനെ പറയാം. കാരണം മറ്റൊരു ഡോക്ടറുടെ പേഷ്യൻറ്റിനെ വേറൊരു ഡോക്ടർ കയറി മരുന്ന് കുറിക്കാൻ പറ്റത്തില്ല, നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണത് ക്ലിയറായി സഹോദരിക്ക് മനസ്സിലായി കാണും. സഹോദരിയെ നോക്കുന്ന ഡോക്ടറോ അവരുടെ അസിസ്റ്റൻറ്റുമാരോ മാത്രമേ സഹോദരിയുടെ ഹസ്ബൻഡിനെ നോക്കാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പേഷ്യൻറ്റിനെ കുറയ്ക്കാൻ പറ്റും? ഞാൻ പറയുന്നത് വളരെ വിഷമിച്ച് പറയുവാണ്. നായ പെറ്റ രീതിയിൽ കുറേ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയുകൊണ്ട് കാര്യമില്ല. പൂച്ച പ്രസവിക്കുന്ന രീതിയിൽ സുന്ദരികളായ 2 മെഡിക്കൽ കോളേജിനെ ഉണ്ടാക്കണം. അതാ ചെയ്യേണ്ടത്. കുറേ മെഡിക്കൽ കോളേജ് ഉണ്ടായി, എങ്ങും ആൻജിയോപ്ലാസ്റ്റി ഇല്ല, ആൻജിയോഗ്രാം ഇല്ല, കാത്ത് ഒന്നുമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആളുകൾ എരച്ചു പാഞ്ഞു വരുന്നു. ഈ കാത്ത് ലാബുകളുടെ എണ്ണം ജില്ലകൾ തോറും ഉണ്ടായി എന്നുള്ള അവകാശവാദം നിയമസഭയിൽ പറഞ്ഞതാണ്. ഒരിക്കലുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ കൊല്ലത്തുള്ളൊരു പേഷ്യൻ്റ് നാഷണൽ ഹൈവേ വഴി വന്ന് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരേണ്ട കാര്യമില്ലല്ലോ. പാരിപ്പള്ളിയിൽ നിന്ന് ഉള്ളിലോട്ട് കയറിയ 2 കിലോമീറ്റർ ചെല്ലുമ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആണല്ലോ. അവിടെ കയറാൻ എന്താ? അവിടെ ഈ സിസ്റ്റം ഇല്ല, അവിടെ ഡോക്ടർമാരില്ല, അവിടെ യാതൊരു ഉപകരണങ്ങളുമില്ല. ഇതെല്ലാം അവിടെ തയ്യാറാക്കി വെച്ചാൽ കൊല്ലത്തുന്ന ആളുകൾക്ക് എളുപ്പമില്ല അവിടെ പാൻ. ഇത് കൊല്ലം ജില്ലയിൽ ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന പേഷ്യൻറ്റിൽ 60% പേരും കൊല്ലം ജില്ലക്കാരാണ്. ഒരു 10% പത്തനംതിട്ട ജില്ലക്കാരാണ്. എല്ലാവരും വന്ന് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടർമാരും വളരെ പ്രഗത്ഭന്മാരായ ഡോക്ടർമാരും ഉള്ളതുകൊണ്ടാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ അപാകതകൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് എണ്ണം വർദ്ധിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? 2-ാം വാർഡിൽ ആകെപ്പാടെ ഉള്ളത് 90 ബെഡാണ്. 200ഓളം പേഷ്യൻ്റാണ് കിടക്കുന്നത്. എങ്ങനെ നോക്കും? 100 ബെഡിന് 12 നേഴ്സുമാർ വേണം. 200 പേഷ്യൻറ്റിന് 2 നേഴ്സുമാരാണ് നോക്കുന്നത്. എങ്ങനെ പേഷ്യൻറ്റിനെ നോക്കി അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും? ഇതെല്ലാം മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് ആവശ്യത്തിന് സ്റ്റാഫുകളെ നിയമിക്കുക. മെഡിക്കൽ കോളേജുകൾ, ബാക്കിയുള്ള മെഡിക്കൽ കോളേജിലും, ബാക്കി കോട്ടയത്തും ആലപ്പുഴയിലും ഈ വിഷയങ്ങൾ വരാത്തത്. പക്ഷേ കൊല്ലം ജില്ലയിലും ഈ കോന്നിയിലുമുള്ള മെഡിക്കൽ കോളേജിൽ അതിന് അത്യാവശ്യമായ ഉപകരണങ്ങളില്ല, അവിടുത്തെ ഡോക്ടർമാരില്ലാത്തതിന് വരില്ല. ഇത് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. പരിഹാരം എന്താണ്? പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കാത്ത് റൂം ശക്തിപ്പെടുത്തുക, കാത്ത് ലാബ് കൊണ്ടുവന്ന് അവിടെ ശക്തിപ്പെടുത്തുക, അവിടെ ഡോക്ടർമാരെ നിയമിക്കുക, 5-6 യൂണിറ്റ് കാർഡിയോളജി അവിടെ തുടങ്ങുക. അതുപോലെ കോന്നിയിലും വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട്, വലിയ ക്വാർട്ടേഴ്സിലും ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല. അവിടെ കാത്ത് ലാബും ഇതുപോലുള്ള ഉപകരണങ്ങളും വലിയ സെറ്റപ്പും അല്ലെങ്കിൽ ഡയാലിസിസ് റൂമുകളും ഉണ്ടാക്കി മാറ്റണം. അല്ലാതെ കുറേ കെട്ടിടങ്ങൾ കെട്ടിയിട്ടിട്ട് ഞങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു, കോന്നി മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു, നാളെ 5 വേണമെങ്കിൽ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് യാതൊരു ഫലവുമില്ല. സിസ്റ്റം ശരിയാക്കണം. ഒറ്റ കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. അതായത് നഴ്സുമാരോട്, ഈ പറയുന്ന ഡോക്ടറോട് ഒക്കെ ആവർത്തിച്ച് ഈ ആരോഗ്യ പ്രശ്നം പറഞ്ഞിട്ട് പരിഹാരം കാണാത്തത് കൊണ്ടാണ് ഒരു ഡോക്ടറാണല്ലോ എന്ന നിലയ്ക്ക് അവരൊരു സഹായം തേടിയത്. സ്വാഭാവികമായും ശരിയാണ്. അങ്ങ് പറഞ്ഞതുപോലെ സാങ്കേതികമായ പരിമിതി ഉള്ളതുകൊണ്ട് ഡോക്ടർക്ക് മരുന്ന് കുറിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അവനവൻ്റെ വേദനയാണല്ലോ അവനവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോട് ചോദിക്കും എന്നുള്ളൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന സമയത്ത് മെഡിക്കൽ കോളേജിൻ്റെ നിയമം ഒരുപക്ഷെ അവർ പരിഗണിച്ചിട്ടുണ്ടായിരിക്കില്ല. അത് സാധാരണ മനുഷ്യരല്ലേ?